കിട്ടിയ ഊർജം, താങ്ക് യു. ഇതിലൂടെ കിട്ടിയ ഊർജം 2029 കുടുംബങ്ങളെയും വ്യക്തികളെയും അവരുടെ ജീവിതത്തിലേക്ക് ആശ നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ട അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ദിസ് ഇസ് മൈ ജേർണി. ഏതൊക്കെ ട്രെയിനിങ്സ് ആണ് ഞാൻ നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ബിസിനസ് ട്രെയിനിങ്സ്, ഫാമിലി ട്രെയിനിങ്സ്, എഡ്യൂക്കേഷണൽ ട്രെയിനിങ്സ്, ജനറൽ ട്രെയിനിങ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്രദമാവുന്ന ട്രെയിനിങ്സ് ആണ് ബിസിനസ് ട്രെയിനിങ്സ്. അഗൈൻ, സോ ബിസിനസ് എല്ലാ ട്രെയിനിങ്സിലും ഞാൻ എടുക്കുന്ന നിലപാടുകൾ എൻ്റെ റിസർച്ച് ഓറിയന്റഡ് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠങ്ങളാണ് ഇന്ററാക്റ്റീവ് സെഷൻസിലൂടെ ഞാൻ ബിസിനസ്സുകാരെ പഠിപ്പിക്കുന്നത്. സോ ബിസിനസ് ട്രെയിനിങ്ങിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള പ്രോഗ്രാമാണ് എന്ത്? 20 reasons for the business failures, whether it is a startup or a MNC. ഏത് കമ്പനി ആണെങ്കിലും ആ കമ്പനിയുടെ പരാജയങ്ങളിൽ 13 reasons, 13 കാരണങ്ങൾ കൊണ്ടാണ് കമ്പനികൾ പരാജയപ്പെടുന്നത്. ഈ 13 കാരണങ്ങളിൽ നിന്ന് അവരെ സൈക്കോളജിക്കൽ NLP ടെക്നിക്സിലൂടെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്യമമാണ് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ ഞാൻ എടുത്തിട്ടുള്ളത്, എൻ്റെ ഹിറ്റ് പ്രോഗ്രാംസ് ആണ്. സോ 13 കാരണങ്ങളിൽ നമുക്കറിയാം, ഏറ്റവും ആദ്യത്തേത് ഇൻവിൻസിബിൾ ലീക്കിംഗ് സിൻഡ്രോം, അഥവാ ഒരുപാട് ബിസിനസ് വരുന്നുണ്ട് പക്ഷേ കൊട്ടയിൽ ക്യാഷ് ഇല്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ചായ വിറ്റ് ക്യാഷ് ഉണ്ടാക്കാം, ഇതൊക്കെ വെറും ഹൈപ്പാണ്. ചായ ഇക്കണോമിക്സ് എന്ന് പറയും. ചായ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു എക്കണോമിക്സ് ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻ ദ കോർപ്പറേറ്റ് വേൾഡ്. ചായ് പോയിന്റ്, ചായ് വാല തുടങ്ങിയിട്ടുള്ള കമ്പനികളൊക്കെ 54-100 കോടി നഷ്ടത്തിലാണ്. കാരണം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ വെഞ്ചർ ക്യാപിറ്റൽസ് നമുക്ക് ക്യാഷ് തന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് തിരിച്ചു വെക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ലോൺ. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, രാകേഷ് ലാലിനെ പോലെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകളുടെ അഭാവമാണ്. രണ്ടാമത്തെ പ്രശ്നമാണ് ഗോ സ്റ്റാൻഡേർഡ്സ്. ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാവും, ഒരുപാട് ട്രെയിനിങ്സിൽ പങ്കെടുക്കുന്നുണ്ടാവും, പക്ഷെ ഇതിന് മെട്രിക്സ് ഉണ്ടാവില്ല. യാഹു പരാജയപ്പെടാനുണ്ടായ കാരണം അതായിരുന്നു. ലീഗൽ ടൈം ബോംബ്, നിങ്ങൾക്കറിയാം മൈക്ഡൊണാൾഡ്സിൽ 2020 സംഭവിച്ചത്. ലീഗൽ ടൈം ബോംബ്, ഓരോ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യത്ത് 29ഓളം നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പോഷ് എന്ന അവസ്ഥയെ കുറിച്ച് അറിയുന്ന എത്ര ഓണ്ടർപ്രണേഴ്സ് ഇവിടെ ഉണ്ട്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് എഗൻസ്റ്റ് വിമൻ. അഥവാ ഒരു ലേഡി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു സിസ്റ്റം വേണം, ഒരു ബോഡി വേണം. ആ ബോഡി ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ 50,000 രൂപ പിഴ വരുന്നത് അറിയുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. റിവാർഡ് എഞ്ചിൻ, ലാക്ക് ഓഫ് റിവാർഡ് എഞ്ചിൻ. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പെർഫോമേഴ്സിന് പബ്ലിക്കായിട്ട് റിവാർഡ് കൊടുക്കുന്ന സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായി ഇൻഫോസിസിൽ 2017. നോ സക്സഷൻ പ്ലാനിങ്. നമുക്കറിയാം കമ്പനിയിൽ റിലയൻസിന്റെ ഹിസ്റ്ററി നമുക്കറിയാം. റിലയൻസിൽ സക്സഷൻ പ്ലാനിങ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇന്റേണൽ റിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു സക്സസ് സ്റ്റോറി ഉണ്ട്. ടിം കുക്ക്, സ്റ്റീവ് ജോസ് പോകുമ്പോഴേക്കും അവിടെ റെഡി ആയിരുന്നു. ദ സെയിം തിങ് ഹാസ് ഹാപ്പൻഡ്. നോ ലീഡർ അവൈലബിൾ. അതായിരുന്നു കിങ്ഫിഷറിന്റെ പതനത്തിൽ. വിജയ് മല്യയ്ക്ക് ശേഷം അവിടെ ഓർഡർ കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല. ഇതേപോലെയുള്ള സംവിധാനങ്ങളാണ് പലപ്പോഴും ഓരോ കോർപ്പറേറ്റിനെയും പരാജയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കി. അതുപോലെ അപ്രൈസൽ പോളിസി, നമുക്ക് അപ്രൈസൽ പോളിസി സംവിധാനം ഇല്ലെങ്കിൽ, അതേപോലെ തന്നെ സാലറി ഡിസ്പേഴ്സ്മെന്റിന് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ട കമ്പനികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്തായിരുന്നു നമ്മുടെ ബ്ലാക്ക്ബെറിയിൽ 2017-8 മുതൽ സംഭവിച്ചത്? ഒരൊറ്റ കാര്യമുള്ളൂ, they were doing the fire fighting. പ്രൊആക്റ്റീവായിട്ട് നമ്മുടെ കമ്പനിയിൽ എന്ത് നടക്കുമെന്ന് ചിന്തിക്കാനോ അതിനനുസരിച്ച് പ്ലാനിങ് ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രോഡക്റ്റീവ് ടൈം കമ്പനിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ തീർക്കാനേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് ബ്ലാക്ക്ബെറി പരാജയപ്പെട്ടത്. അതേപോലെ തന്നെ ലോയൽറ്റി ഇല്യൂഷൻ. എന്താ ലോയൽറ്റി ഇല്യൂഷൻ? നമുക്കറിയാം കൊഡാക്കിന്റെ പരാജയം. കൊഡാക്കിൽ സംഭവിച്ചത് എന്താണ്? നമ്മുടെ സ്ഥിരമായി നമ്മുടെ കൂടെയുള്ള എംപ്ലോയീസ് പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ അവർ റെബലിയസ് ആയിട്ട് നിൽക്കും. അപ്പൊ അവരെ പിരിച്ചുവിടാൻ പറ്റാത്തതായിരുന്നു ശരിക്ക് ബ്ലാക്ക്ബെറിയുടെ അല്ലെങ്കിൽ കൊഡാക്കിന്റെ പരാജയത്തിൽ. ഇത്തരത്തിലുള്ള 13 പരാജയ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഓരോ വ്യക്തിക്കും അവരുടെ ബിസിനസ്സിൽ എന്താണോ പ്രശ്നം അത് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ കൊടുക്കുന്ന, നോ റിസൾട്ട് നോ പേയ്മെന്റ് എന്ന രീതിയിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനറാണ് ഡോക്ടർ സ്റ്റീൻ മേലേറ്റോ. എന്നെ ആർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ
എന്നെ ആർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മറു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, if you are going to give value for money, please connect me in the coming days. Let me sign off. Thank you.